രണ്ടുപേരുടെ ഉള്ളിലുള്ള ഈഗോയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ദയവേത് നിങ്ങൾ രണ്ടുപേരും ഒന്നാവാൻ നോക്ക് വിക്രം. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതം എന്താവും? മതി ദീപികെ, നിർത്ത. അവളെ പറ്റി സംസാരിക്കുന്നത് പോലെ എനിക്കിഷ്ടമല്ല. നീ എന്താന്ന് വെച്ചാ എന്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കാതെ അവളുടെ കൂടെ വീണ്ടും ജീവിക്കണമെന്ന് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ആ നാശം പിടിച്ചവൾ എന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അത് നീ മനസ്സിലാക്ക്. അവൾ ഇനി ഒരിക്കലും എന്റെ കൺമുന്നിൽ കാണിക്കരുതെന്ന് ഞാൻ ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നീ ഇപ്പൊ ചെയ്യുന്നത് അവളെ എന്നെ ഒന്നിപ്പിക്കാനുള്ള അഡ്വൈസ് ആണല്ലേ. ആ വിജി മരിച്ചു എന്ന് കരുതി ജീവിക്കുന്നവനാ ഞാൻ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാ ജീവിക്കാൻ പോകുന്നത്. പഴയ കോളേജ് ഫ്രണ്ടാണെന്ന് കരുതി നിന്നോട് സംസാരിക്കാൻ തുടങ്ങിയ നീ എന്റെ ജീവിതത്തിന് അഡ്വൈസ് തരാൻ ശ്രമിക്കുകയാണല്ലേ. നിക്ക്, അതിരിക്കട്ടെ. ഇപ്പൊ എന്തിനാ കേഴിയുടെ അമ്മ എന്നെ തിരക്കിക്കൊണ്ടിരിക്കുന്നേ? അവരോട് പറഞ്ഞേക്ക് അവരുടെ മോക്ക് വീണ്ടും എന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും കരുതണ്ടെന്ന്. എന്നിട്ടും അവര് പറഞ്ഞ അനുസരിക്കുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചാവാൻ പറ. എന്നാ അവര് വിചാരിക്കുന്ന മാത്രം ഒരു കാലത്തും നടക്കില്ല. എന്തിനാ വിക്രം നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഈ വിജി നിന്റെ ആരാ? നീയും വിജിയും കോളേജ് സമയത്ത് പ്രണയിച്ച് തന്നെ കല്യാണം കഴിച്ചവരല്ലേ? പിന്നെ എന്താടാ നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം? അതുപോലെ അവളോട് നിനക്ക് എന്തിനാ ഇപ്പൊ ഇത്രയ്ക്ക് ദേഷ്യം വെറുപ്പൊക്കെ തോന്നുന്നേ? അതൊന്നും വേണ്ട വിക്രം, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ദേഷ്യം കൊണ്ടെടുക്കുന്ന പല തീരുമാനങ്ങളും പിന്നീട് തെറ്റാണെന്ന് ബോധ്യപ്പെടും. നിർത്ത്. നോക്ക്, ഇനി ഇതുപോലെ എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്. ഞാൻ എന്റെ മനസ്സിലുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലാക്കാതെ എന്നെ അഡ്വൈസ് ചെയ്യാൻ ശ്രമിച്ചാ ഇനി എന്നെ മുമ്പിൽ നിൽക്കണ്ട, പോവാൻ നോക്ക്. ദീപികെ, നിനക്കെന്താടി ആവശ്യമില്ലാത്ത കാര്യങ്ങള്? അവൻ എന്തോ വലിയ ആളായിട്ട് നിൽക്കുന്നു, നീ പോയി അവന്റെ കാല് പിടിക്കുന്നു. നീ ആരെയാണാ അവനെ മുന്നൊക്കെ വിളിക്കുന്നത്? കൈയെടുക്കടാ. ദീപികെ, ഇതുപോലത്തെ ഒരു റൗഡിയാണോ നിന്റെ ഫ്രണ്ട്? വാ എന്റെ കൂടെ. പോടാ. ഞാൻ പന്ന റൗഡിയും നീ അമ്പാനിയുടെ മോനും. പോടാ പോടാ പോടാ. കാണിച്ചു തരാം ഞാൻ. വിട. എന്തൊക്കെയാ കാണിക്കുന്നേ? റൗഡിയെ പോലെ റോഡിൽ നിന്ന് തല്ലുണ്ടാക്കുവാണോ? ആ പെണ്ണ് നിന്റെ ലൈഫിലേക്കുള്ള നല്ലൊരു അഡ്വൈസ് അല്ലേ തന്നത്? അത് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ മാന്യമായിട്ട് അവളോട് ഇത്തരം കാര്യങ്ങള് എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ പോരെ. അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? വിക്രം, ഇവിടെ തന്നെ നിൽക്കും. ഞാൻ നിലയെ അകത്ത് കൊണ്ടുവിട്ടിട്ട് വരാം. എന്താ നിലയിനകത്തേക്ക് കൊണ്ടുപോയി ഞാൻ വന്നാൻ പറ്റില്ല? അമ്മ വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഉള്ളിൽ കൊണ്ടുവിടാൻ പോകുന്നുണ്ട്. ബൈ നില. ബൈ മുത്തശ്ശി. വരൂ മാഡം, എങ്ങനെയുണ്ട്? സുഖല്ലേ? സുഖമായിരിക്കുന്നു മാഡം. ആ, മാഡത്തിന് സുഖമല്ലേ? ഞാനും നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. മുത്തശ്ശി, എന്താ ഇവിടെ നിൽക്കുന്നത്? എന്നെ മുത്തശ്ശി മറന്നൂല്ലേ? രാഹുലെ, സുഖല്ലേ നിനക്ക്? അയ്യോ, ആകെ മെലിഞ്ഞു പോയല്ലോ കൊച്ചു. എല്ലാം മുത്തശ്ശി കാരണമാ. ചക്കര, മുത്തശ്ശി എന്താ നമ്മുടെ വീട്ടിലേക്കൊന്നും വരാത്തത്? നിന്റെ അമ്മയല്ല എന്നെ ഓടിച്ചു വിട്ടത്. നിക്ക് നിക്ക്, ഞാൻ വളർന്ന് വലുതായിട്ട് എന്റെ അമ്മയെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ചക്കര പുത്ത്. മോനെ ആരുടെ കൂടെ വന്നേ? അതറിയില്ലേ? മുത്തശ്ശിയും മാമനും പോയ ശേഷം ഓട്ടങ്ങളാ കൊണ്ടുവന്ന്